മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി എഴുതിയ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ എമ്പുരാൻ കാണാൻ തിയേറ്ററുകളിൽ ജനപ്രവാഹം. വ്യാഴാഴ്ച റിലീസ് ചെയ്ത സിനിമയിലെ ചില രംഗങ്ങൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്കായിരുന്നു വഴിതെളിച്ചത്. എമ്പുരാൻ സിനിമയിലെ വിവാദമായ രംഗങ്ങൾ ഒഴിവാക്കി പുതിയ പതിപ്പ് അടുത്ത ആഴ്ച തിയേറ്ററുകളിൽ എത്തുമെന്ന സൂചന ലഭിച്ചതോടെയാണ് വെട്ടിമാറ്റുന്നതിന് മുമ്പ് എമ്പുരാൻ കാണാൻ തിരക്കേറുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സിനിമയുടെ ബുക്കിംഗ് 2 ലക്ഷം കവിഞ്ഞു എന്ന് സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരുന്നു. വീക്കെൻഡും ഈദ് അവധിയും ഒരുമിച്ച് വന്നതോടെ കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ എമ്പുരാൻ കണ്ട് അവധി ആഘോഷിക്കാൻ എത്തുകയാണ്. എമ്പുരാൻ റിലീസ് ചെയ്തതോടെ വൻ വിവാദങ്ങളാണ് കത്തിപ്പടർന്നത്. സിനിമയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും വിദ്വേഷവും ഉയർന്നതോടെ സിനിമ റീ എഡിറ്റ് ചെയ്ത് പുതിയ പതിപ്പ് സെൻസറിങ്ങിന് എത്തിക്കാൻ നിർമ്മാതാക്കൾ നിർബന്ധിതരാവുകയാണ്. സിനിമയിലെ 17-ലധികം രംഗങ്ങളാണ് ഒഴിവാക്കുകയും ചില വാക്കുകൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് സൂചന ലഭിക്കുന്നത്. സിനിമയിലെ പ്രധാന വില്ലന്റെ പേരും മാറ്റേണ്ടി വരും. കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരും. ചില രംഗങ്ങൾ മാറ്റാനും ഏതാനും പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനം. എഡിറ്റ് ചെയ്തതിനു ശേഷമുള്ള പുതിയ പതിപ്പ് സെൻസറിങ്ങിന് ശേഷം തിങ്കളാഴ്ച റിലീസ് ചെയ്യുമെന്ന സൂചന വന്നതോടെ ശനിയും ഞായറും സിനിമയുടെ ടിക്കറ്റിനായി പ്രേക്ഷകർ നെട്ടോട്ടമോടുകയാണ്. അതേസമയം ഞായറും തിങ്കളും അവധിയായതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച മാത്രമേ സെൻസർ ബോർഡ് എമ്പുരാന്റെ റീ സെൻസറിംഗ് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ പതിപ്പ് വ്യാഴാഴ്ചയോടെ ആയിരിക്കും തിയേറ്ററുകളിൽ എത്തുക. ഇതോടെ റീ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സിനിമ കാണുന്നതിന് കാഴ്ചക്കാർക്ക് കുറച്ചു ദിവസം കൂടി ലഭിക്കും. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന കലാപരംഗങ്ങളുടെ 17 ഭാഗങ്ങളാണ് റീ എഡിറ്റ് ചെയ്യുന്നത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചില സംഘപരിവാർ നേതാക്കളും RSS മുഖപത്രം ഓർഗനൈസറും എത്തിയിരുന്നു. അക്രമരംഗങ്ങളിൽ ഹിന്ദു സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നതാണ് സംഘപരിവാറിന്റെ പ്രധാന ആരോപണം. ഇതിനിടെ സംവിധായകൻ മേജർ രവി സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സിനിമയിലെ നായകൻ മോഹൻലാലിനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ നിർത്തണമെന്ന് മേജർ രവി പറയുന്നു. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മോഹൻലാൽ കണ്ടിരുന്നില്ല എന്നും സിനിമയിലെ ചില രംഗങ്ങൾ പ്രേക്ഷകരിൽ ചിലർക്ക് വേദനയാക്കിയതിൽ മോഹൻലാലിന് ഖേദമുണ്ടെന്നും മോഹൻലാൽ പ്രേക്ഷകരോട് മാപ്പ് പറയുമെന്നും മേജർ രവി പറഞ്ഞു. സിനിമയിലുള്ള വിദ്വേഷപരമായ രംഗങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെയും സംവിധായകൻ പൃഥ്വിരാജിന്റേതുമാണെന്നും മേജർ രവി പറയുന്നു.